കുറേ കാലമായില്ലേ സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്തിട്ട്. ഇന്നൊരു സെൻറ്റാങ്കിൾ ആർട്ട് ട്രൈ ചെയ്താലോ? ഒരു വെറൈറ്റിക്ക് ഇന്ന് നമുക്ക് കുറച്ച് സെൻസിൽസ് വെച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ പേജ് ഒന്ന് ബോർഡറൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി വെക്കാം. ഡിഫറെൻറ്റ് സൈസിലുള്ള കുറേ സർക്കിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെൻറ്റാങ്കിൾ ആർട്ട് ട്രൈ ചെയ്യുന്നത്. സോ ഈ പേജ് ഫുള്ളായിട്ട് നമ്മൾ സർക്കിൾ കൊണ്ട് നിറയ്ക്കണം. ഞാൻ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് സർക്കിൾ വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ ഈ സ്റ്റെൻസിലൊന്നും ആവശ്യമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ആസ് യൂഷ്വൽ നമ്മൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ സർക്കിളിൻ്റെ ചുറ്റുള്ള എല്ലാ ഗ്യാപ്പും ജെൽ പെന്നോ സ്കെച്ച് പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇനി കുറച്ചും കൂടെ സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഈ സർക്കിളിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് പാറ്റേൺസ് വരച്ചു കൊടുക്കാം. എല്ലാം സെയിം പാറ്റേൺ ആയാലും മതി. നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഓരോരോ സർക്കിളിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വരച്ചിട്ടുള്ള പാറ്റേണിലൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കളറിൻ്റെ ഷെയ്ഡ്സ് വെച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിലുള്ള എല്ലാ കളേഴ്സും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള പാറ്റേണിൻ്റെ ഉള്ളിൽ കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചും കൂടെ ഐ കാച്ചിങ് ആയില്ലേ? ഇനി ബാക്കിയുള്ള സർക്കിൾസ് എല്ലാം പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു സെൻറ്റാങ്കിൾ ആർട്ടിനെ മൊത്തത്തിൽ കളർഫുൾ ആക്കണം. ഡാർക്ക് കളേഴ്സിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ലൈറ്റ് കളേഴ്സും ഫ്ലൂറസൻ കളേഴ്സൊക്കെ ഫിൽ ചെയ്യുമ്പോഴാണ്. ഡാർക്ക് കളർ കൊടുക്കുമ്പം ഈ സർക്കിളിന് പെർഫെക്ഷൻ അങ്ങ് പോകും. സോ നമുക്ക് ലൈറ്റ് കളേഴ്സ് തന്നെ വെച്ചിട്ട് ഇത് മൊത്തം ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?